ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടിയെ. എൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു കംപ്ലയിൻസിൻ്റെ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാറ്ററി ലോ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് എടുക്കാൻ എൻ്റെ ഒരു പ്രശ്നം കാണിച്ചത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഫുൾ ചാർജ് ഇപ്പോൾ 13 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഫുള്ളിൽ ചാർജിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു ബൈ ചാൻസ് എങ്ങാനും നമ്മൾ ഇപ്പോൾ സെൽഫ് അടിച്ച് അങ്ങനെ ചാർജ് ഇറങ്ങിപ്പോകും. അതല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ചാർജ് ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്യണതായിരിക്കാം വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ഇനി നമുക്ക് വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടിമേന്ന് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിലേക്ക് ചാർജ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് 14.5 വോൾട്ട് വരെയൊക്കെയാണ് ശരിക്കും വണ്ടിമേന്ന് ചാർജ് കയറേണ്ടത്. അങ്ങനെ ഒരു 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് 14.5 വരെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് വേറെ കംപ്ലയിൻറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ വണ്ടിമേന്നുള്ള ചാർജിങ് ഫംഗ്ഷൻ കറക്റ്റാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തും വോൾട്ട് കാണിക്കുന്നത് 13.22 വരെ ഉണ്ട്. 13.22 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ടി പതുക്കെ ഐഡിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വോൾട്ട് വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇത് 14.5 വോൾട്ടിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. 14.5 വോൾട്ട് വരെ കറക്റ്റ് 14.60 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ ഫംഗ്ഷനും കറക്റ്റാണ്. പിന്നെയും ഓൾറെഡി ചാർജ് ഇറങ്ങി പോകണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ ഫങ്ഷൻസ് ഒന്നും കംപ്ലയിൻ്റ് ആയിട്ട് ശ്രദ്ധയിൽ നമുക്ക് കാണുന്നില്ല. പിന്നെയുള്ള കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ താക്കോൽ സെറ്റിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്റ്റൊക്കെ ഒന്ന് ഇപ്പോൾ ഒരു റസ്റ്റ് ഓഫ്, അതായത് ക്ലാവ് പോകാവുന്ന ഒരു സ്പ്രേ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വലിയ പ്രശ്നം കാണിക്കണില്ല. പക്ഷേ എങ്കിൽ കൂടി വന്നുകൂടായിക്കൊന്നുമില്ല, വരാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താക്കോൽ സെറ്റേ പാടി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഈ രീതി നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, അതൊക്കെ മാറ്റി നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. 2023 മോഡലാണ് ഇരിക്കണേ. എങ്കിൽ പോലും കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ബാറ്ററി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ.